ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷമായിട്ട് നമ്മുടെ മനസ്സിൽ ഈ പ്ലാൻ ഉണ്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ ഈ ഗോപ്രോ അങ്ങനത്തെ സാധനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ ചെറിയ പണിക്ക് പോയി ആണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഒരു ചെറിയ അത്യാവശ്യം പവറുള്ള വണ്ടിയൊന്നുമല്ല, എന്നാലും ഏകദേശം ഒരു NS പോലത്തെ ഒരു വണ്ടിയാണ് നമ്മൾ നോക്കണം. അപ്പോൾ വണ്ടി നമ്മൾ എടുത്തിട്ടില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ രീതി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഗ്ലാമറിലാണ് ഈ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യണം. നമ്മൾ ഈ ഗ്ലാമറിലാണ് നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ട്രാവൽ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കേട്ടോ. മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രാവൽ വീഡിയോസ് തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വ്ളോഗാണ്, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകൾ കാണും കാഴ്ച. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സംഭവം നമ്മൾ മുതുകൂർ എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് പോയാണ്. ഞാൻ 1-2 തവണ പോയിട്ടുണ്ട്, പക്ഷേ ഇവന്മാർ പോയിട്ടില്ല. അപ്പോൾ ഇവന്മാരെ കൊണ്ടുപോയി കാണിക്കണതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മളൊരു ചലഞ്ച് കൂടി എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളത് മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. ഇനി ആദ്യം പറഞ്ഞ് പോറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഏറെ ചെറിയ വീട്ടിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലേക്ക് എന്നെ വിളിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫൈ ചെയ്യുന്നതാണ്. ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമുക്ക് പോയി പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് വരാം. രണ്ടാമന്മാർ കൂടി വരാനുണ്ട് കേട്ടോ. അമ്മമാരെ പോയി വിളിച്ചിട്ട് നേരെ വിട്ടേക്കാണ്. ഷൂ വേണം, അട്ട അടിക്കും. ഓ അതായത് ഇവിടുന്ന് ഏകദേശം 90-92 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ലൊക്കേഷനിലേക്ക്. രാവിലെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഒരുത്തം പോസ്റ്റ് ഇട്ട് കാരണം ഇപ്പോഴത്തേക്കാക്കി. ഓക്കെ $300. അയ്യോ 300. Aí. Okay. അമ്മമാരെവിടെയാണെന്നാണ് പറഞ്ഞ പൈസ വാങ്ങാനാ. അമ്മല്ല ഇങ്ങോട്ട് പോനാ. മലയൊക്കെ കണ്ടു തുടങ്ങി. കാണാൻ പറ്റുമെന്ന് അറിയാൻ മേല നിങ്ങൾക്ക്. ഇവിടുന്ന് 30 കിലോമീറ്റർ കൂടിയാണ് കേട്ടോ. അതിന് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള വഴി നോക്കണം. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് കേട്ടല്ലേ. ഇങ്ങോട്ടല്ലേ. അവിടെ നല്ല കോടയുണ്ടെന്ന് തോന്നണം കേട്ടോ. അതായത് അങ്ങനെ ഫുഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ മല മണ്ടൊക്കെ കൊണ്ടുപോയി കഴിക്കാനുള്ള പ്ലാനാണ്.
ചോദിച്ചാ ഓഫ് റോഡ് അടിക്കണ്ടോ? വെള്ളം എടുത്തു, വെള്ളം. ഇത് സമയം കളയും. ടൈം പോണ് 3:30 മല കയറാന്ന് ഓർത്താണ് കേട്ടോ. ഇപ്പൊ സമയം 3:30. അവിടെ എത്തിയിട്ട് പോലും ഇല്ല. എന്നാ ഓ ആ ഇച്ചിരി സ്പീഡിൽ ഓടിക്കും കേട്ടോ. ഇച്ചിരി സ്പീഡിൽ പോകും, വേറൊന്നും അല്ല. ലൈറ്റിങ് ഫുള്ള് പോയാൽ വീഡിയോ മൊത്തം കൊള്ളാകും. ഇച്ചിരി പോസ്റ്റായി പോയി. ഓ കളീസ്. ചോദിച്ചേ എന്നാണ് ചോദിച്ചേ? വീട് ചോദിച്ചേ? ഹെയർ പിന്നുകൾ. ഓ വെയിൽ വന്നോണ്ടല്ലോ. വെയിൽ വന്നിരുന്നാൽ കൊള്ളായിരുന്നല്ലേ. ആ എക്സ്പ്രസ് ഒക്കെ എടുക്കാം. വാ വണ്ടിയുടെ ടയർ രണ്ടും ഒട്ടയുമാണ്. എവിടെ കഴിക്കാനോ? ഇവിടെ ഇരുന്ന് കഴിക്കാനോ? ഗുഡ് ഐഡിയ ആണ്. പ്ലാൻ ഫുള്ള് തെറ്റിയല്ലേ? അങ്ങനെ ഇവിടെ കയറി കഴിക്കാനാണോ? കഴിക്കാം. എല്ലാം തേഞ്ഞല്ലേ. ഇപ്പോൾ പ്ലാൻ മാറ്റി കേട്ടോ. നമ്മൾ ഈ മഴയുടെ ടോപ്പിൽ നിന്ന് കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ മഴ കാരണം നമ്മൾ ഇവിടെ കയറി തൽക്കാലം ഇങ്ങനെ ഫുഡ് കഴിച്ച് മലയാള മണ്ട കയറി പൊറോട്ട ചുരുട്ടി പിടിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ നടന്നില്ല. തൽക്കാലം ഇവിടെ നിന്ന് കഴിച്ച്. എന്തോ ആ മലയാള മണ്ടയ്ക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് ഇനി നേരെ ടോപ്പിലോട്ട് കയറാം. പിന്നെ ഇരുണ്ടോ?
പിന്നെ ഒരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. ഇതല്ലേ അപ്പോൾ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് തുടക്കം. ഇതാണ് ഇതാണ് മുതുകോര ഹിൽ പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് കയറി പോകണം. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പൊക്കത്തേക്ക്. അപ്പോൾ നമുക്ക് പോയി തുടങ്ങാം. ഫസ്റ്റ് ഇയർ അത് കയറാൻ പാടാണ് കേട്ടോ ഈ വണ്ടി. അത് നമ്മൾ മാക്സിമം കയറ്റാൻ ശ്രമിക്കും. വണ്ടി വീലിയൊക്കെ ആയി പോണത്. അത് ഇവിടെയൊക്കെ ഈസി ആയിട്ട് കയറ്റി പോകും. പക്ഷെ ഇനിയാണ് ഓഫ് റോഡ് വരുമ്പോൾ ഇച്ചിരി പാടാണ് കേട്ടോ. ഓഫ് റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് റോഡാണ്. അത് ഇനി ഉമ്മാരെ തപ്പി തിരിച്ചു വരേണ്ടി വരാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ നിർത്തിയാലോ, അവന്മാർ വന്നിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ഇനി അവന്മാർ വന്നിട്ട് കാണിച്ചു തരാം. ഗൈസപ്പോൾ കുറേ നേരമായിട്ട് അവന്മാർ വന്നിട്ടില്ല. അപ്പോൾ ഗൈസപ്പോൾ ഇവിടെ ഒരു ചെറിയ വീട് കണ്ടു. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് വരാം. താമസമൊന്നും ഇല്ലെന്ന് തോന്നണം, പക്ഷെ കൊള്ളാം. നൈസ്. ഗൈസ് അവന്മാർ വന്നു കേട്ടോ. അയ്യോ, ഫസ്റ്റ് ഇയർ പാടല്ലേ. ഗൈസ് അമ്മമാർ വന്ന് നമുക്ക് പൊക്കത്തോട്ട് കയറാം. ഇങ്ങനെ തന്നെ. എടാ കൈ ബാലൻസ് കളയാം. അച്ചര മൂട്. ഇനി ഓഫ് റോഡാണ്. ഓഫ് റോഡ് നിഷ്പ്രയാസം. അത് പുറകിൽ ലോഡുള്ളതുകൊണ്ടാണ് ഇച്ചിരി പാടില്ല. നമുക്ക് ഈസി ആയിട്ട് അടിച്ചിട്ടുള്ളൂ. ഈസി. റോഡ് ഇട്ട ശരി. അമ്മമാര് വരട്ടെ, വന്നിട്ട് കയറാം കേട്ടോ. പക്ഷെ വണ്ടി നശിപ്പിക്കാനൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. അളിയ
പേടിക്കരുത് വെച്ചാൽ. ആ ഗൈസ് ഇവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വണ്ടി കയറ്റാൻ നല്ല ടാസ്ക് ആയിരിക്കും. കിഡിലെന്ന് വെച്ചാൽ കിഡിലെ ഓഫ് റോഡാണ്. ഇനി കയറ്റിയ വണ്ടിയുടെ കാര്യത്തിൽ നോ ഗ്യാരണ്ടി, വണ്ടി പോവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയാണ്. നല്ല വണ്ടിയായിരുന്നു നമ്മൾ ഫുള്ള് കയറ്റിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല ടാസ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് കയറ്റുന്നില്ല. നമുക്ക് അമ്മരെ പോയി കൈ കൊടുത്തിട്ട് വരാം. അങ്ങനെ തന്നെ കയറ്റിക്കോ, അതവിടെ വെക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇതപ്പോൾ ഏകദേശം ടോപ്പ് എത്താറായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് വീട്. ഇത് കഴിഞ്ഞാൽ മുകളിലോട്ട് വീടൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു പ്രാവശ്യം കയറി. അവർ മറ്റേ ഉരുൾപൊട്ടൽ വന്നപ്പോൾ അവരെ മാറ്റിയിട ഇവിടുന്ന്. അവരൊക്കെ കെട്ടിക്കിടക്കൊക്കെ എടുത്തിട്ട് പോയി. ഇതപ്പം സമയം 6 മണി കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഇതപ്പം നമ്മൾ മുതിയരയുടെ റെസ്റ്റ് ഹൗസിലെത്തി. കിട്ടില്ലം വ്യൂ ആണ് കേട്ടോ. ഫോണി എന്തുമാത്രം കിട്ടുമെന്ന് അറിയാമല്ലോ. ഏകദേശം കോടയൊക്കെ ആയിട്ടുണ്ട്. കിട്ടിക്കാച്ചി വ്യൂ എന്താ മുതുവര റെസ്റ്റിംഗ് പ്ലേസ്. ഗായ്സ് മുതുവരയുടെ സ്ഥലം പൂഞ്ഞാറ് തെക്കേക്കര. അവിടെയാണ് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. ഇതെന്നെ ചൂണ്ടയിടണോ? ചൂണ്ടയിടിയാ? കറണ്ടില്ലേ? ഓ ഷിറ്റ്, കറണ്ടില്ല. ഇവിടെ നൈസ് ക്യാമ്പിയാനൊക്കെ ഉള്ള കറണ്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അടിയാ അറിയത്തില്ല. സട്ട കടിച്ചട്ടേ. അയ്യോ അയ്യോ വിളിച്ചവേ അകത്തോട്ട് പോടാ. അയ്യോ ഇതെത്തറോടാ. അയ്യോ അട്ട അടിച്ചേ. പടിയേട് പടിയേട്. അട്ടേനെ ഫുൾ വാ 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 ഫുള്ളട്ടെ. അത് ഷോയി ഫുള്ളട്ടേന്ന് തോന്നണം കേട്ടോ. വാടാ ഇവിടെ ഉണ്ടാ. ഈ അമ്പാത്തെ ഷൂയി ഫുള്ള് ബ്ലഡായെന്ന് തോന്നുന്നു. അട്ടയർക്ക് അടിച്ച് പരിവായി. ഷൂ പോയി കിട്ടി. അയ്യേ ഉണ്ടോ നാളെ കുറച്ചുകൂടിയല്ലോ. അയ്യോ വാ.
എവിടെയാ ഇവിടെ എത്തിയടാ. ഡോ ആ വാ കുറച്ചുകൂടി ആള്. അയ്യോ വാടാ വാടാ. ഇനി കുറച്ചല്ലോ. എങ്ങനെയുണ്ട് ചോദിച്ചേ കാല് കുടിക്കാം. സമാധാനായ എന്ത് പറ്റി? കൊള്ളാം കൊള്ളാം. അയ്യോ അയ്യോ ഓ ആ എത്ര ഓ ഓക്കെ വാ 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 ഏകദേശം എത്തി. എവിടെ എത്തിയടാ? എത്തിയൊന്നുമില്ല കേട്ടോ. വാ ഇപ്പം എത്തും. ഇറങ്ങാനാണോ? പേടിച്ചോ? ഇതേടെ എത്തറാടാ? പോകാനാണോ? കുറച്ചുകൂടിയല്ലേ, കുറച്ചുകൂടി വാ കയറാം. കുറച്ച്
തിരിച്ചു പോകാനാണോ? അപ്പം ഇരുട്ടോ കാഴ്ചമാരെ ഇറങ്ങാനൊക്കെ പറയാനുണ്ട്. ചിലപ്പോൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. കയറാനാണോ? വാ വാ വാ, വീഡിയോ എടുക്കണല്ലേ, ടോപ്പ് വരെ എന്നിട്ട് വരാം. ഇപ്പം സമയം എത്ര? അതാ 6 മണി ആയതല്ലോ. ആ ഇല്ല, നമ്മൾ തോറ്റില്ല, നമ്മൾ പിന്നെയും കയറും. മഴ കൂടിയോ? വാടാ, ഇനി ഓടിക്കറിയൂ. എത്തി. ആ എത്തിയോ? എത്തുപോകല്ലേ? വാ, വടി പോയല്ലോ, വടി പോടാ. ഇതന്നെ വഴി മനസ്സിലാണല്ലോ. അമ്മച്ചി അയ്യോ, അയ്യോ, ചെറുതായിട്ട് പാളുവേ. ഏ അയ്യോ, കല്ലളായി, ഒരു കല്ലളായിട്ടുണ്ട്. ആ അതെ അതെ, അങ്ങനെ അമ്മച്ചേ, നമ്മൾ ഫൈനലി ടോപ്പിലെത്തി. നമ്മൾ ടോപ്പിലെത്തി. അയ്യോ, ഓക്കെ ഓക്കെ. അതായത് നമ്മൾ ചോദിച്ച് 6 മാസമായിട്ട് ജിമ്മിൽ പോകണുണ്ട്, അതിൻ്റെ ആണ് ഈ കാണണം. അസ്ഥി തന്നെ എടുക്കുക. അയ്യോ, അങ്ങോട്ടാ? അമ്മേ, അങ്ങോട്ട് എങ്ങനെ പോകാനാണ്? വ്യൂ കണ്ടോ, കൊക്കെയാണ് കേട്ടോ. ക്യാമറ അത്ര ഇറക്കിയല്ലോ, പക്ഷെ നേരിട്ട് കാണണം. നമ്മൾ ഇത്രയും ടോപ്പ് ചെയ്ത് നമ്മൾ ജോളോജിപ്പ് കഴിക്കാൻ പോയിരുന്നു കേസ്. അപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ജോളോജിപ്പ് അൺബോക്സ് ചെയ്ത് ജോളോജിപ്പ് ഇപ്പോൾ കഴിക്കാൻ പോയാണ് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആണ് ഗൈസ്. ജോളോജിപ്പ് അൺബോക്സ് ചെയ്ത് ഇതാണ് സമയം. എൻ്റെ പൊന്നെ, ഐസ്ക്രീമൊക്കെ എടുത്ത്. അപ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ റെക്കോർഡിങ് അല്ലേ, ഫ്രണ്ട്സ് ആകുമ്പോൾ ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും കൂടി വീതിച്ച് കൊടുക്കാൻ പോകണം. ഒറ്റയ്ക്ക് ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഐറ്റം. അപ്പോൾ വലിയ പീസ് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റില്ല, നല്ല എരിവുണ്ട്.
ചെറുതായിട്ട് വായു വെച്ചപ്പോൾ തന്നെ ഊതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് കഴിക്കാനല്ല, നമ്മൾ കുറച്ച് എന്തായാലും കഴിക്കാം. ഐസ്ക്രീം മേടിച്ചു, ഐസ്ക്രീം കാണാനില്ല എൻ്റെ പൊന്ന്. അപ്പോൾ നമ്മൾ ജോളജിപ്പ് കഴിക്കാൻ പോവാണ്. മലയുടെ ടോപ്പ് ചെയ്ത് അങ്ങനെ പൊക്കി എടുത്തു. അയ്യോ പിന്നെ കുണ്ടിക്ക് അടിച്ചോളാ. ചോര എരിവുണ്ട് കേട്ടോ, കുറച്ച് നേരത്തേക്ക് ഇരിക്കും. സബ്സ്ക്രൈബ് ചെയ്യും. അതാ നല്ല എരിവാണല്ലേ. ഞാൻ കുറച്ച് കഴിച്ചു. കൊതിയൻ കൊതിയൻ കണ്ടല്ലേ പിടിച്ചോളാ. നീ അതിനാണ് നിനക്ക് തടാണോ കണ്ടാ അല്ല ഫയർഫോഴ്സിനെ വിളിക്കോളാ. തിരിച്ചു പോകാൻ വഴി അറിയാം. ഇല്ല എനിക്ക് പറ്റിയല്ല. എടാ ഇവിടെ കിടക്കേണ്ടി വരിക. ശരിയാണ്, എന്റെ അളിയാ ഇരുട്ട് വായു വരുന്നല്ല. മച്ചാനെ ഇറങ്ങാം.